പ്രവാസലോകത്തെ വാർത്തകൾ. അമേരിക്കയുമായി $14,200 കോടി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച് സൗദി അറേബ്യ. പ്രതിരോധം, വ്യവസായം, ഊർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിനിടെയായിരുന്നു ഒപ്പിടൽ. സൗദി സായുധ സേനയെ വികസിപ്പിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനുമുള്ളതാണ് ഒരു കരാർ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത്. 12 അമേരിക്കൻ സൈനിക കമ്പനികൾ സൗദി അറേബ്യയ്ക്ക് ഏറ്റവും പുതിയ ആയുധങ്ങൾ നൽകും. സൗദി സായുധ സേനയുടെ ശേഷി വികസിപ്പിക്കാനുള്ള തീവ്ര പരിശീലനവും കരാറിന്റെ ഭാഗമാണ്. സൗദി നാഷണൽ ഗാർഡിന്റെ കര-വ്യോമ സംവിധാനങ്ങൾക്കുള്ള വെടിമരുന്ന് പരിശീലനം, പിന്തുണാ സേവനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം, സ്പെയർ പാർട്സ്, സൈനിക വിദ്യാഭ്യാസം എന്നിവ ഒരുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള കരാറുകളും ഇതിലുൾപ്പെടും. US സഹകരണത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ഡേറ്റാ സെന്റർ സൗദിയിൽ ആരംഭിക്കാനും ധാരണയായി. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ സഹകരണത്തിന് US-ന്റെ AI ചിപ്പുകൾ സൗദിക്ക് നൽകും. ബുധനാഴ്ച ഖത്തറും വ്യാഴാഴ്ച UAE-യും ട്രംപ് സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിലെ തൊഴിലിടങ്ങളിൽ കുടിയേറ്റ തൊഴിലാളി മരണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. സൗദി വിഷൻ 2030 പദ്ധതികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ജോലി ചെയ്യുന്നതിനിടെ വൈദ്യുതാഘാതം, റോഡപകടങ്ങൾ, കെട്ടിടത്തിൽ നിന്ന് വീഴൽ തുടങ്ങിയ കാരണങ്ങളാലാണ് മരണം സംഭവിക്കുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികൾ മരണപ്പെട്ടതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പറയുന്നു. ജോലിസ്ഥലത്തെ അപകടങ്ങളിൽപ്പെട്ടും ജോലി സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള തൊഴിലാളികളുടെ മരണങ്ങൾ വിശദീകരിക്കുന്ന പ്രത്യേക റിപ്പോർട്ടുകൾ ഹ്യൂമൻ വാച്ച് റൈറ്റ്സും മറ്റൊരു അവകാശ സംഘടനയായ ഫെയർ സ്ക്വയറും പുറത്തിറക്കി. സൗദി അധികാരികൾ പലപ്പോഴും ഇത്തരം മരണങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നു. മതിയായ അന്വേഷണം നടത്താത്തതുകൊണ്ട് കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നത് തടയുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2034 ഫുട്ബോൾ ലോകകപ്പും ഭാവി നഗരമായ നിയോമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വമ്പൻ പദ്ധതികളുമായി സൗദി അറേബ്യ മുന്നോട്ടു പോകുമ്പോഴാണ് ഇത്തരമൊരു ആരോപണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രിയായി ഇന്ത്യൻ വംശജ അനിത ആനന്ദ് തെരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായാണ് നിയമനം. മെലാനി ജോളിക്ക് പകരക്കാരിയായാണ് അനിത ആനന്ദിനെ പ്രധാനമന്ത്രി മാർക്ക് കാർണി നിയമിച്ചത്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മന്ത്രിസഭ പോലെ കാർണി മന്ത്രിസഭയിലും പകുതിയും സ്ത്രീകളാണ്. നിലവിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് അനിത ആനന്ദ്. കനേഡിയൻ പ്രവിശ്യയായ നോവ സ്കോട്ടിയയിലെ കെന്റുവില്ലയിൽ ജനിച്ച അനിത 2019 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 മുതൽ 2021 വരെ പൊതുസേവന സംഭരണ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അനിത ട്രഷറി ബോർഡിന്റെ പ്രസിഡന്റായും പ്രതിരോധ മന്ത്രിയുടെ ചുമതലയും വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കാനഡ വിമാന സർവീസുകളിൽ എയർ കാനഡ പ്രീമിയം ഇക്കോണമി ക്ലാസ് അവതരിപ്പിച്ചു. മിതമായ നിരക്കിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും. തെരഞ്ഞെടുത്ത ബോയിംഗ് 787 ഡ്രീം ലൈനർ, എയർബസ് A330 വിമാനങ്ങളിൽ ഈ സേവനം ലഭ്യമാണ്. പ്രീമിയം ഇക്കണോമി ക്യാബിനുകളിൽ കൂടുതൽ ചാരിക്കിടക്കാവുന്ന സീറ്റുകൾ, അധിക ലെഗ് റൂം എന്നിവയുള്ള വിശാലമായ സീറ്റുകളുണ്ട്. യാത്രക്കാർക്ക് 2 അധിക ചെക്ക്ഡ് ബാഗേജ് അലവൻസുകൾ, മുൻഗണനാ ചെക്ക് ഇൻ, ബോർഡിംഗ്, ബാഗേജ് ഹാൻഡ്ലിംഗ്, മെച്ചപ്പെട്ട ഇൻഫ്ലൈറ്റ് സേവനങ്ങൾ എന്നിവയും ലഭിക്കും. പ്രീമിയം ഇക്കണോമിയിലുള്ള യാത്രക്കാർക്ക് എയർ കാനഡയുടെ ഇൻഫ്ലൈറ്റ് വിനോദ സംവിധാനം ഉപയോഗിക്കാം. പ്രാദേശിക ഭാഷകളിൽ പ്രാവീണ്യമുള്ള ക്യാബിൻ ക്രൂവും ഈ വിമാനത്തിലുണ്ടാകും. എയർ കാനഡ ഇന്ത്യയിൽ നിന്ന് ടൊറന്റോയിലേക്കും മോൺട്രിയലിലേക്കും നേരിട്ട് വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വൻ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യ ഇതിനായി ഹ്യൂമൻ എന്ന പേരിൽ പുതിയ AI കമ്പനി ആരംഭിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിലെ പുതിയ കമ്പനിയുടെ പ്രഖ്യാപനം നടത്തിയത് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനാണ്. AI-യുമായി ബന്ധപ്പെട്ട സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കാനും കൈകാര്യം ചെയ്യാനുമാണ് പൊതുനിക്ഷേപ നിധിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഉദ്ദേശം. AI-യുടെ ഏറ്റവും പുതിയ മോഡലുകളും ആപ്ലിക്കേഷനുകളും കമ്പനി പുറത്തിറക്കും. സൗദി അറേബ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് കമ്പനിയുടെ ഉടമസ്ഥർ. യുവജനതയ്ക്ക് AI-യോടുള്ള താൽപര്യവും വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക വളർച്ചാ നിരക്കുമാണ് പുതിയ സംരംഭത്തിന് പിന്നിലെ പ്രേരണ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.